നാട്ടിലെല്ലാ പ്രവൃത്തിക്കും മുൻപിലുണ്ടാകും റിജോ. കൂടാതെ മാന്യമായ പെരുമാറ്റവും ജനങ്ങളുടെ ഇടയിൽ റിജോക്ക് വലിയ സ്ഥാനം തന്നെ നൽകി. പണത്തിനോ സൗകര്യങ്ങൾക്കോ ഒരു കുറവുമില്ല. ഭാര്യ വിദേശത്ത് ജോലി ചെയ്ത് മാസാമാസം കാശ് അയക്കുന്നതുകൊണ്ട് റിജോയും മക്കളും യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. മക്കളായ 2 പേരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമാണ് റിജോ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ബാങ്ക് കവർച്ച വാർത്ത പ്രചരിച്ചതോടുകൂടി റിജോ പരിചയമുള്ളവരോടൊക്കെ അതിൻ്റെ പ്രതിയെ ലഭിക്കില്ല എന്നും ആരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുമൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഇടപഴകിയതും റിജോയാണ് കേസിലെ പ്രതിയെന്നറിഞ്ഞത് വലിയ നെട്ടൽ തന്നെയാണ് റിജോയെ പരിചയമുള്ളവർക്കും നാട്ടുകാർക്കുമെല്ലാം നൽകിയിരിക്കുന്നത്. വാർഡ് കൗൺസിലറായ ജിജി ജോൺസൺ പറയുന്നത്, എപ്പോഴും ജോളിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്, കുഴപ്പമുള്ള വ്യക്തിയെയല്ലായിരുന്നു റിജോ. വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്താണ് നാട്ടിലെത്തിയത്. എല്ലാവരോടും നല്ല കമ്പനിയാകുന്ന ആളായിരുന്നു. ഏതെങ്കിലും പരിപാടി വന്നാൽ അന്ത്യാവസാനം റിജോയുണ്ടാകും. അത്രമാത്രം സഹകരണമായിരുന്നു. പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിലുണ്ടാകും. ആരെ എപ്പോൾ കണ്ടാലും ചിരി കൊണ്ടേ സംസാരിക്കുമായിരുന്നുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്താണ് റിജോ താമസിക്കുന്നത്. 200 മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും റിജോയുടെ വീട്ടിലേക്കുള്ള ദൂരം. വിദേശത്ത് നഴ്സായി ജോലി ചെയ്യുകയാണ് റിജോയുടെ ഭാര്യ. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോയാണ് നോക്കിയിരുന്നത്. മൂത്തയാൾ +1-നും രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിലുമാണ്. അവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിജോ മാത്രമേ വീട്ടിലുണ്ടാവൂ. റിജോയുടെ അറസ്റ്റിൻ്റെ ഷോക്കിലാണ് റിജോയുടെ കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. അയാളുടെ ഭാര്യയൊരു പാവം സ്ത്രീയാണ്. അവർ ഈ വിവരം അറിഞ്ഞ് ഗൾഫിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. റിജോയുടെ വീട്ടിൽ അമ്മയില്ല എന്ന് വന്ന വാർത്ത തെറ്റാണ്. അമ്മ മേലൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പിലാണ്. ജോലിക്കാരിയായി ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും റിജോ ഇങ്ങനെ ചെയ്യാനൊരു കാര്യമുണ്ട്. ഭാര്യ മാസം അയക്കുന്ന കാശിൻ്റെ 4 ഇരട്ടിയോളം മദ്യപിച്ച് കളഞ്ഞിരുന്നു റിജോ. നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഭാര്യയോട് കടത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥയെ ഓർത്താണ് റിജോ ബാങ്ക് കവർച്ച നടത്തുവാനുള്ള ശ്രമത്തിലേക്കെത്തിയത്. 10 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിജോ ആദ്യമായി വീട്ടിയത് തൻ്റെ കൂട്ടുകാരൻ്റെ കടമായിരുന്നു. യാതൊരു തെളിവും തന്നെ നൽകാതെ റിജോ ചെയ്ത് നടത്തിയ ഈ കവർച്ച 48 മണിക്കൂറിനുള്ളിലാണ് കേരള പോലീസ് പുറത്തു കൊണ്ടുവന്നത്. കോവിഡ് കാലത്ത് ഗൾഫിലുള്ള ജോലി പോയി നാട്ടിലെത്തിയതായിരുന്നു റിജോ. അപ്പോഴും റിജോ ആർഭാടത്തിനൊന്നും യാതൊരു കുറവും വരുത്തിയില്ല. ഭാര്യ കുവൈത്തിൽ നഴ്സായി ജോലി ചെയ്തിരിക്കെ മക്കൾക്കും റിജോക്കും വേണ്ടിയുള്ള ചിലവിൻ്റെ പണം മാസാമാസം ഭാര്യ വിദേശത്ത് നിന്ന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഭാര്യ അയക്കുന്നതിൻ്റെ 4 ഇരട്ടിയോളം കടമെടുത്തും ആർഭാട ജീവിതത്തിൽ അഴിഞ്ഞാടി റിജോ. സ്ഥിരം വെള്ളമടിയും എപ്പോഴും കമ്പനി കൂടുന്നത് സ്ഥിരം നാട്ടുകാർ കണ്ടിട്ടും റിജോയുടെ ഭാര്യ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന റിജോക്ക് ആളുകൾ പണം നൽകിയത് വിദേശത്തുള്ള ഭാര്യയുടെ പേരിലാണ്. വരുന്ന ഏപ്രിലിൽ വരാനിരിക്കുന്ന ഭാര്യയ്ക്ക് റിജോയുടെ കടത്തിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നുള്ള ആശങ്കയാണ് റിജോയെ ബാങ്ക് കവർച്ചയിലേക്ക് നയിച്ചത്. ഏകദേശം 49 ലക്ഷം രൂപയുടെ കടമാണ് റിജോയോ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഈ അവസ്ഥയിൽ നാട്ടിലേക്ക് വരുന്നില്ലെന്നും പോലീസ് വിളിപ്പിച്ചാൽ മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ എന്നാണ് റിജോയുടെ ഭാര്യ പറഞ്ഞത്. മക്കൾക്കും അച്ഛൻ ചെയ്ത പ്രവൃത്തി മൂലം കോളേജിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലും വീട്ടിൽ നടക്കുന്ന ബഹളങ്ങളിലുമെല്ലാം അസ്വസ്ഥരായിരിക്കുന്ന ഒരു ഘട്ടമാണ്. റിജോ ചെയ്ത ഒരു കുരുട്ടുബുദ്ധി വിദേശത്തുള്ള ഭാര്യയ്ക്കും നാട്ടിലെ മക്കൾക്കുമാണ് വലിയ ദോഷമായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ സങ്കടത്തിലാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത്. നോർമലായിരുന്നു, യാതൊരു ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ 2 മണിക്ക് കുടുംബസമ്മേളനമായിരുന്നു. എൻ്റെ വാർഡുമാണ് തന്നെ, എൻ്റെ യൂണിറ്റുമാണ് അത്. അപ്പോൾ അത് സംസാരിച്ചു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വന്ന് എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴും ആൾക്ക് വലിയ ഭാവവ്യത്യാസം കാര്യം. കുടുംബസമ്മേളനത്തിൽ വെച്ച് ഈ ഒരു സംസാരം ഉണ്ടായി. അപ്പോൾ ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു? കള്ളനെ എങ്ങനെ പിടിക്കാനാന്നുള്ളതിലാണ് ആൾ സംസാരിച്ചത്. ആള് വിചാരിക്കുന്നത് പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണയിലാണ് ആൾ സംസാരിച്ചത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ വാർഡിൽ എല്ലാവർക്കും ഇതൊരു ഞെട്ടലായിട്ടാണ് തോന്നിയത്. ഇയാളൊരു എല്ലാവരുമായിട്ട് ഒരു സമ്പർക്കമുള്ള ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും മാന്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു.